ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ വ്യവസായികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത്. അപ്പം വ്യവസായികൾ എന്ന് പറയുമ്പോഴത്തേനും ആക്ച്വലി പലതരത്തിലുള്ള വ്യവസായങ്ങൾ നമ്മൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൽ തന്നെ വ്യവസായികളെ രണ്ടായിട്ട് നമുക്ക് തരം തിരിക്കാം. ഒന്ന് വ്യവസായികളായിട്ടും രണ്ട് വ്യാപാരികളായിട്ടും. വ്യാപാരികൾ എന്ന് പറയുന്നത് വ്യവസായികൾ എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചറിങ് ഫേം നടത്തുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പല റോ മെറ്റീരിയൽസിനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന വ്യക്തി. ഇവരൊക്കെയാണ് വ്യവസായികൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുകേഷ് അംബാനി, അദാനി ഇങ്ങനെയുള്ള ആളുകളൊക്കെ വ്യവസായികളാണ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു വ്യവസായിയാണ് കൊച്ചൗ കൊച്ചൗസഫ് ചിറ്റലപ്പള്ളി. അവരൊക്കെ വ്യവസായികളാണ്. അത് വ്യാപാരി എന്ന് പറയുന്ന ഒരു കാറ്റഗറി എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വ്യവസായി, വ്യാപാരി എന്ന് പറഞ്ഞ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാറുണ്ട്. വ്യാപാരികൾ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം റീറ്റെയിലേഴ്സ് ആണ് വ്യാപാരി. നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ യൂസഫ് അലി സാറ്. അപ്പം അദ്ദേഹം ഒരു വ്യാപാരിയാണ്. അദ്ദേഹം ഈ വ്യവസായികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിനെ മാർക്കറ്റിലേക്ക് എത്തിച്ച് സെല്ല് ചെയ്യാണ് ഒരു വ്യാപാരി ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളൊരു വ്യവസായിയോ വ്യാപാരിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ആയിരിക്കും നിങ്ങളുടെ കമ്പനിയിലെ ഓരോ കാര്യങ്ങളും, അല്ല നിങ്ങളുടെ ആ ഒരു എക്കോസിസ്റ്റത്തിലെ പല കാര്യങ്ങളും നടക്കുന്നത്. ഒരു മാനുഫാക്ചറർ ആണെന്നുണ്ടെങ്കിൽ റോ മെറ്റീരിയൽ പർച്ചേസ് തൊട്ട് ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തുന്ന വരെയുള്ള കാര്യങ്ങൾ അവർക്ക് ട്രാക്ക് ചെയ്യേണ്ടി വരും. ഒരു വ്യവസായി ആണെന്നുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യുന്നു, അതായത് ഈ ഒരു റോ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്ത ആളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മിഡിൽ മാൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു തൊട്ടിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നെക്സ്റ്റ് മാർക്കറ്റിലേക്ക് പോകുന്നു, പിന്നെ അതിൻ്റെ വാറണ്ടി മാനേജ് ചെയ്യുന്നു. ഈ വാറണ്ടി പീരീഡ് കഴിയുമ്പോഴത്തേനും വാറണ്ടി എക്സിസ്റ്റ് ആവുന്നതായിട്ട് ഈ ഈ നമ്മളൊരു മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നമ്മൾ എൻട്രി ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ഈ ഒരു പ്രോഡക്റ്റിന് ഫോൾട്ട് റിട്ടേൺസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു റിട്ടേൺ ക്ലെയിം ചെയ്യുന്നു. ഇതൊക്കെ ഒരു പ്രോസസ്സാണ്. ഇതൊക്കെ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രോസസ്സുകളാണ്. അപ്പം ഇതെല്ലാം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഈ ഒരു പ്രോസസ്സിൻ്റെ അതായത് ഈ ഒരു പ്രോസസ്സ് ഒരു എണ്ണയിട്ട രീതിയിൽ മുമ്പോട്ട് പോയാൽ മാത്രമേ, ഒരു എണ്ണയിട്ട രീതിയിലുള്ള മെഷീനറി പോലെ വർക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു ബിസിനസ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടൊയോട്ട എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടൊയോട്ട ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നു. ആ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അവർ പല സൈക്കിൾസിലൂടെയാണ് റോ മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ്, അവരുടെ എൻജിൻ ഡിസൈന്, ഇതെല്ലാം അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഇവർ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു, ഇവർ ഡീലർഷിപ്പിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് പോയി. ആ ഒരു ഡീലർഷിപ്പിൽ നിന്ന് ഈ ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നത്, അതായത് ടൊയോട്ടയുടെ ഒരു ഡീലർഷിപ്പിലേക്ക് പോകുമ്പോൾ മറ്റു പല ഡീലർഷിപ്പിൽ നമുക്ക് കാണാത്ത ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊയോട്ടയുടെ ഡീലർഷിപ്പിൽ പോകുമ്പോൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് അവർ ഓരോ കാര്യങ്ങൾ പറയുന്നതായിട്ടുണ്ട്. മറ്റ് ഡീലർഷിപ്പിലേക്ക് പോകുമ്പോഴത്തേനും നമുക്ക് ചിലപ്പം എന്താ പറയുക, അത് ഒരു ടൊയോട്ട കാർ യൂസ് ചെയ്ത ഒരാൾ വേറൊരു ബ്രാൻഡിലേക്ക് മാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുമ്പ് വേറൊരു ബ്രാൻഡ് യൂസ് ചെയ്തിരുന്ന ആൾ ടൊയോട്ടയിലേക്ക് മാറുകയാണെങ്കിൽ അയാൾക്കറിയാം ആ ഒരു ടൊയോട്ടയും മറ്റ് ബ്രാൻഡുകളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പം ആ ഒരു ടൊയോട്ട എന്താ പറയുക, ആ ഒരു എൻട്രി ലെവൽ തൊട്ട് ആ ഒരു പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ ആഫ്റ്റർ സർവീസ് വരെ ഇതിനെ വൃത്തിയായിട്ട് തന്നെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അത് ആക്ച്വലി ഇങ്ങനെയുള്ള സിസ്റ്റംസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ എന്റർപ്രൈസസിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനികളിൽ നമുക്കൊരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ആ സിസ്റ്റമാണ് ERP എന്ന് പറയുന്നത്. അതായത് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയും. സോ ഈ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ് വഴിയാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളതിൽ വെച്ച് SAP ഒരു എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സോഫ്റ്റ്വെയർ ആണ്. പിന്നെ ഓറക്കിൾ, നെറ്റ്സ്യൂട്ട്, ഇതൊക്കെ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് മൊഡ്യൂളുകളാണ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകളാണ്. അപ്പം ആക്ച്വലി ഈ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സോഫ്റ്റ്വെയറുകൾ എന്തൊക്കെ ചെയ്യുന്നു? അതായത് നിങ്ങളുടെ ഒരു കമ്പനിയിൽ ഒരു എൻട്രി ആക്ടിവിറ്റി തുടങ്ങുന്നത് തൊട്ട്, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻസ് തൊട്ട്, ഫൈനാൻസ് തൊട്ട്, HR നമ്മുടെ ആളുകളെ അക്വയർ ചെയ്യുന്നു, ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു, ഈ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് വേതനം കൊടുക്കുന്നു. HRM എന്ന് പറഞ്ഞ വലിയൊരു കടലാണ്. സോ
അവർക്ക് വേതനം കൊടുക്കുന്നു, അവരുടെ ലീവും കാര്യങ്ങളും ഒക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ്, അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഈ പ്രൊഡക്ഷൻ കഴിയുമ്പോഴത്തേനും ഈ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഈ റോ മെറ്റീരിയലിന് ലോജിസ്റ്റിക് വരുന്നുണ്ട്. ഈ റോ മെറ്റീരിയൽ തന്നെ പർച്ചേസ് ചെയ്യുന്ന ഒരു വെണ്ടറിന്റെ കയ്യിൽ നിന്നാവില്ല. പല ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പല വെണ്ടേഴ്സിന്റെ കയ്യിൽ നിന്നായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ചിലത് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാറുണ്ട് ചില പ്രോഡക്ട്സ്. അപ്പോൾ ഇതിനെയൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു പ്രോഡക്റ്റ് ആക്കിയിട്ട് ഈ ഒരു പ്രോഡക്റ്റിനെ ബ്രാൻഡ് ചെയ്യുന്നു. ഈ ഒരു പ്രോഡക്റ്റിനെ ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു പ്രോഡക്റ്റിന് അഡ്വർടൈസ്മെന്റ്സ് പോകുന്നു. ഈ അഡ്വർടൈസ്മെന്റ്സ് പോയി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ മാർക്കറ്റിലേക്ക് പുഷ് ചെയ്ത് ഈ മാർക്കറ്റിൽ ഈ പ്രോഡക്റ്റിന് സെയിൽസിന് വേണ്ട ഫീച്ചേഴ്സ് ചെയ്യുന്നു, ഇതിന്റെ വാറണ്ടിക്ക് വേണ്ട ഫീച്ചേഴ്സ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഈ ഒരു എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഓർഗനൈസ് ചെയ്ത്, അതായത് ഓർഗനൈസ് ചെയ്ത് വളരെ വൃത്തിയായിട്ട് അല്ലെങ്കിൽ വളരെ കീനായിട്ട് ഈ കാര്യങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസാണ് ERP എന്ന് പറയുന്നത്. അപ്പോൾ ERP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു ERP മേടിച്ച് വെച്ചിട്ട് ഈ ഒരു ERP എന്ന് പറയുമ്പം കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഈ ഒരു ERP ചുമ്മാ മേടിച്ച് വെച്ചിട്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ERP തന്നെ പണിയെടുക്കുന്നില്ല. ERPയിലേക്ക് നമ്മൾ ഇൻപുട്സ് കൊടുക്കണം. അതായത് ഇൻപുട്സ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഇത്ര റോ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്തു എന്നുള്ളത് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിൽ തന്നെ ഈ റോ മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പം നമുക്ക് ERP തന്നെ 1-2 മോഡൽസ് അവൈലബിൾ ആണ്. അതായത് പെറിഷബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് FIFO മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാം. FIFO എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയും. അതായത് ആദ്യം വരുന്ന പ്രോഡക്ട്സ് ആദ്യം വെളിയിലേക്ക് കൊടുത്തു വിടുക. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് LIFO മോഡൽ യൂസ് ചെയ്യാം. അപ്പോൾ ഈ മോഡൽ എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിന് സ്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണ് ഈ ഒരു മോഡൽസ് എങ്ങനെയാണെന്നുള്ളത് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ERP സിസ്റ്റം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസിൽ ഈ FIFO മോഡൽ, LIFO മോഡൽ ഇങ്ങനെ പല മോഡൽസ് നമുക്ക് അതിനകത്ത് യൂട്ടിലൈസ് ചെയ്യാം. എന്നിട്ട് അത് എങ്ങനെ വേണമെന്നുള്ളത് പ്ലാൻ ചെയ്യാം. സെക്കൻഡ് ഫേസ് എന്ന് പറയുമ്പോൾ ഈ റോ മെറ്റീരിയൽസിനെ എന്തോരം പ്രൊഡക്ഷൻ ഫെസിലിറ്റിയിലേക്ക് നമ്മൾ മാറ്റിയെന്ന് നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. ആ പ്രൊഡക്ഷൻ ഫെസിലിറ്റിയിലേക്ക് പോകുമ്പോൾ അവിടെ ലോജിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ ആ ലോജിസ്റ്റിക്സിന്റെ കോസ്റ്റുകൾ നമുക്ക് മെൻഷൻ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വെയർ ആൻഡ് ടെയർസ്, മെഷീനറിയുടെ വെയർ ആൻഡ് ടെയർസ്, പിന്നെ എക്സ്ട്രാ ലേബേഴ്സ് വെളിയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവർ ഡെയിലി വേജസ് ഉണ്ടെങ്കിൽ അത്, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം A to Z മാനേജ് ചെയ്യാനായിട്ട് ഈ ഒരു ERP സിസ്റ്റം വഴി നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ ERP സിസ്റ്റംസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേനും എങ്ങനെയാണ് കമ്പനിക്ക് അതിൻ്റെ ഒരു ഗുണം ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഡെഫിനറ്റ്ലി അതിനൊരു ഗുണം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ERP സിസ്റ്റംസ് വഴി നമുക്ക് സെയിൽസ് എത്ര, പ്രൊഡക്ഷൻ എത്ര എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രൊഡക്ഷനെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു ഡേറ്റ, കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ ഡേറ്റ എടുത്തിട്ട് നമുക്ക് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസംബറിൽ സെയിൽസ് കുറവാണ്, ഈ കമ്പനിക്ക് നമ്മുടെ പ്രോഡക്റ്റിന് ഡിസംബറിൽ സെയിൽസ് കുറവാണ്. ചിലപ്പോൾ പല കാരണങ്ങളുണ്ടാകാം. നമ്മളൊരു ആക്ച്വലി എന്താ പറയുക, എയർ കണ്ടീഷണർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഡിസംബറിൽ നോർമലി സെയിൽസ് കുറവായിരിക്കും. കാരണം വിന്റർ സീസൺ ആണ്, നമുക്ക് പൊതുവെ നമുക്ക് വലിയ ചൂടില്ലാത്തൊരു മാസമാണ്. സോ എയർ കണ്ടീഷണറിന് ആ ഒരു സമയത്ത് സെയിൽസ് കുറവാണ്. സോ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ലോജിക്ക് വെച്ച് കണ്ടുപിടിക്കാം. പക്ഷേ നമ്മുടെ സെയിൽസ് ഡേറ്റ വെച്ച് അതിലും കൂടുതൽ കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കാൻ സാധിക്കും. സോ അപ്പോൾ ആ സെയിൽസ് കുറയുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? പല ലോജിക്കുകളുണ്ട്. ഈ 3 വർഷത്തെ ഡേറ്റ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ അനലൈസ് ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ഒന്നെങ്കിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാം. ഇനി ആ പ്രൊഡക്ഷൻ കുറയ്ക്കണോ എന്നുള്ള കാര്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട്സിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് ഇൻ കേസ് നമ്മൾ പ്രൊഡക്ഷൻ കുറച്ചില്ല, ചിലപ്പം നമുക്ക് ഈ ഒരു ഡിസംബറിൽ പ്രൊഡക്ഷൻ കുറയുന്ന ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് ചിലപ്പം റോ മെറ്റീരിയൽസിനെ വളരെയധികം ഡിസ്കൗണ്ടിൽ കിട്ടാൻ സാധ്യതയുണ്ട്. സോ ആ റോ മെറ്റീരിയൽസ് മേടിച്ചിട്ട് നമ്മൾ ഒരു മാർച്ച് ഏപ്രിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ ലോജിക്കിന് ചിന്തിക്കുന്നതിനേക്കാളും ഒരു പടി മുകളിലുള്ള കാര്യങ്ങൾ നമുക്ക് ERP സോഫ്റ്റ്വെയർസ് വെച്ചിട്ട് ഒരു സ്റ്റോറി പോലെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഡിസംബറിൽ എല്ലാവരും പ്രൊഡക്ഷൻ കുറയ്ക്കും. അപ്പം നമുക്ക് ചീപ്പ് റേറ്റിൽ സാധനം തരാനായിട്ട് വെൻഡേഴ്സ് ഉണ്ടെങ്കിലോ, അവരുടെ കയ്യിൽ സ്റ്റോക്കുള്ള സാധനം നമുക്ക് ചീപ്പ് റേറ്റിൽ തരാമെന്ന് അവർ പറയുന്നുണ്ടെങ്കിലോ, കാരണം ആ റോ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി ആയിരിക്കും. അപ്പോൾ നമുക്ക് ചീപ്പ് റേറ്റിൽ സാധനം വരികയാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു 10-15% റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് സാധനം വരികയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ആ പ്രൊഡക്ഷൻ ജാനുവരിയിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷത്തെ മോഡൽ തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ എന്താ പറയുക, നെക്സ്റ്റ് ഇയർ ഫ്രഷ് ബാച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് മാർച്ച് ഏപ്രിൽ നമുക്ക് വയ്ക്കാൻ പറ്റില്ലേ? സോ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഓവറോൾ ഡിമാൻഡ് എങ്ങനെ ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ERP സിസ്റ്റംസ് വെച്ചിട്ട്.
അപ്പം അതിൻ്റെ ഉള്ളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കുറച്ച് ഏരിയസും കൂടെ വന്നാലോ? അതായത് ഈ വർഷത്തെ വെതർ എങ്ങനെയുണ്ടാവും, വെതർ ഫോർകാസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു എ സി മാനുഫാക്ചർ ആണെങ്കിൽ ഈ വെതർ ഫോർകാസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളെയും കൂടി ഇതിനകത്തോട്ട് ഈ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാലോ? സോ ഇന്ന് പല ERP സിസ്റ്റംസിലും ഈ ഒരു AI ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അപ്പം ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ചെറിയ ചെറിയ ഡാറ്റാസ് കിട്ടും. പക്ഷെ ഇത് കുറേ പോയി കഴിയുമ്പോൾ നമ്മുടെ മാനുഫാക്ചറിങ് എങ്ങനെ ചെയ്യണമെന്നുള്ളൊരു സ്റ്റോറി നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്ട് നമുക്ക് ഇങ്ങോട്ടൊരു സ്റ്റോറി പറഞ്ഞു തരുന്ന രീതിയിൽ ഈ ഒരു ERP സിസ്റ്റംസ് മാറും. അപ്പം അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ചു. അതായത് നമ്മൾ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മളോട് നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ സിസ്റ്റം പറഞ്ഞു തരും. ആ രീതിയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഇൻ 100% പ്രോഫിറ്റബിലിറ്റി ആകാനുള്ള സാധ്യത കൂടുതലാണെന്നെങ്കിലോ. സോ അതാണ് ഈ ഒരു ERP സിസ്റ്റത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത്. സോ ERP സിസ്റ്റംസ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് SAP അല്ലെങ്കിൽ Oracle NetSuitesലേക്കൊക്കെ പോകുമ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ചെറിയ ബിസിനസ്സുകൾക്ക് നമുക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും കൂടുതലായിരിക്കും. സോ നിങ്ങളൊരു സിവിൽ കൺസ്ട്രക്ഷൻ ബിസിനസ്സാണ് ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ഗ്ലാസിൻ്റെ ഒരു മാനുഫാക്ചറിങ് ബിസിനസ്സാണ് ചെയ്യുന്നത്. ഇതൊക്കെ എക്സാമ്പിളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു MSME ഫേമാണെന്നുണ്ടെങ്കിൽ ഈ വലിയ ഫേംസ് ചെയ്യുന്ന പോലെ SAPയോ അല്ലെങ്കിൽ ഓറക്കിളിൻ്റെ നെറ്റ്സ്യൂട്ട്സോ ഇതൊക്കെ മേടിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് കോടികൾ വില വരുന്ന ഒരു സിസ്റ്റമാണ് ഈ SAP അല്ലെങ്കിൽ ഓറക്കിൾ. ഇതൊക്കെ നല്ല കോസ്റ്റ് നമുക്ക് ചിലവ് വരും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ലോ കോസ്റ്റ് ആയിട്ട് MSMEസിന് സപ്പോർട്ട് ആവുന്ന രീതിയിൽ ലോ കോസ്റ്റ് ആയിട്ടുള്ള പക്ഷേ ഈ നെറ്റ്സ്യൂട്ട്സ് അല്ലെങ്കിൽ SAP ഇതിനൊക്കെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള നമുക്ക് ERP സിസ്റ്റംസ് അവൈലബിൾ ആണ്. അതിലൊന്നാണ് ERP നെക്സ്റ്റ് എന്ന് പറയുന്നത്, വേറൊന്നാണ് ഓഡോ എന്ന് പറയുന്നത്. അപ്പോൾ ERP നെക്സ്റ്റ്, ഓഡോ ഇങ്ങനെയുള്ള ഈ ഒരു പ്ലാറ്റ്ഫോംസ് ഒക്കെ നമ്മൾ MSME കമ്പനികൾ, അതായത് ഇപ്പം എൻ്റെ കമ്പനി ഒരു MSME കമ്പനിയാണ്, എനിക്ക് SAP മേടിച്ച് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പം കാരണം എന്താ വെച്ചാൽ കോസ്റ്റ് വൈസ് ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ലാഭത്തെക്കാളും ചിലപ്പോൾ കൂടുതൽ കൊടുക്കേണ്ടി വരും SAPക്ക്. സോ അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ ചെറിയ കോസ്റ്റിൽ നമുക്ക് ഈ ഓഡോ അല്ലെങ്കിൽ ERP നെക്സ്റ്റ് ഒക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസൾട്ടൻറ്റ് വേണം. അപ്പോൾ ആ ഒരു കൺസൾട്ടൻറ്റിൻ്റെ ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ എന്താ വെച്ചാൽ ഇതിൽ കുറേ കസ്റ്റമൈസേഷൻസ് വരും. നിങ്ങളൊരു സർവീസ് ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷനോ മാനുഫാക്ചറിങ്ങോ ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള കസ്റ്റമൈസേഷൻസ് ഇതിനകത്ത് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മുടെ കമ്പനി, ഞങ്ങൾക്ക് ദാദ്ര എന്ന് പറഞ്ഞിട്ട് കമ്പനിയുണ്ട് ഇൻഫോ പാർക്കിൽ. സോ ഞങ്ങൾ മെയിനായിട്ട് ഈ ഒരു ERP നെക്സ്റ്റും പിന്നെ ഓഡോ ആണ് ഞങ്ങൾ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കസ്റ്റമൈസേഷൻസ് ആണ് ഞങ്ങൾ ചെയ്യാറ്. അപ്പം ഞങ്ങൾക്ക് നിങ്ങളെപ്പോലുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ള കാര്യങ്ങളിൽ. പിന്നെ ഇതിൽ തന്നെ നമുക്ക് വാട്സപ്പ് ഓട്ടോമേഷൻസ് കൊണ്ടുവരാം. ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് വാട്സപ്പ് ഓട്ടോമേഷൻസ് കൊണ്ടുവരാം. അതായത് വൺസ് നമുക്ക് ഫേസ്ബുക്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ആഡ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സോഷ്യൽ മീഡിയ ആഡ്സിനെ നമുക്ക് റീഡയറക്റ്റ് ചെയ്ത് വാട്സപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ വാട്സപ്പിൽ വരുന്ന ലീഡ്സിനെ നമുക്ക് ഇവിടുന്ന് റീഡയറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ CRMലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങളുടെ സെയിൽസിലുള്ള ആളുകൾക്ക് എളുപ്പം ഈ ലീഡ്സ് എവിടുന്ന് വന്നു എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഫേസ്ബുക്കിൽ നിന്നുള്ള ലീഡ്സിനെ ഡയറക്റ്റ് കൊണ്ടുവരാൻ സാധിക്കും. സാപ്പിയർ പോലത്തുള്ള ടൂളുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഈ ERP സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ ഇതിൽ പല എക്സ്റ്റേണൽ ടൂൾസിനെ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. ഇപ്പം നിങ്ങളുടെ ഈ വർക്ക് ഈസി ആക്കുന്ന പല എക്സ്റ്റേണൽ ടൂൾസിനെ ആഡ് ഓൺ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഡാഷ്ബോർഡാണ്. മുതലാളിക്ക് ഓഫീസിലിരുന്ന് ഇതിൻ്റെ ഡാഷ്ബോർഡ് നോക്കുമ്പോൾ തന്നെ ആ ഒരു ചാർട്ട് ഫ്ലോ അല്ലെങ്കിൽ ഡയഗ്രാം നോക്കിക്കൊണ്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ കമ്പനിയിൽ നടക്കുന്ന, സെയിൽസ് എത്ര, പ്രൊഡക്ഷൻ എത്ര, പർച്ചേസ് എത്ര, റോ മെറ്റീരിയലിൻ്റെ വേസ്റ്റേജ് എത്ര, ഈ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചാൽ തന്നെ എത്ര വലിയ കാര്യമാണ്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ERP അല്ലെങ്കിൽ ERP സിസ്റ്റം കമ്പനിയിൽ നമ്മൾ കൊണ്ടുവരുന്ന കൊണ്ടുള്ള ഗുണങ്ങൾ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ IT റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി മുമ്പോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. താങ്ക് യു.